ഞാൻ ജിമ്മിൽ 5 കിലോയുടെ ഡമ്പലൊക്കെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാനൊരു മുഡ്ഗർ ചൂസ് ചെയ്യുമ്പോൾ ഒരു 5 കിലോയുടെ മുഡ്ഗർ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ആപ്റ്റ് ആയിരിക്കുമോ? അതൊരു കറക്റ്റായ ഡിസിഷൻ അല്ല. നമുക്ക് 5 കിലോൻ്റെ ഡമ്പൽ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് 5 കിലോൻ്റെ മുഡ്ഗർ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഡമ്പലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ ഉള്ളിലാണ്. അതേസമയം മുഡ്ഗറിനെ നോക്കിയാലോ, ഇപ്പോൾ ഈ ഒരു മുഡ്ഗറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം നടുക്കായിട്ട് വരും. അത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ എവയായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡമ്പൽ മൂവ്മെൻറ്റ്സ് പലതും 2D മൂവ്മെൻറ്റ്സ് ആണ്. അതേസമയം മുഡ്ഗറിൻ്റെ പല മൂവ്മെൻറ്റ്സും 3D മൂവ്മെൻറ്റ്സ് ആണ്. ലൈക്ക് ബേസിക്കലി സ്വിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ രീതി വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 കിലോൻ്റെ ഡമ്പൽ എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പോയി നേരെ 5 കിലോൻ്റെ മുഡ്ഗർ മേടിക്കരുത്. നമ്മൾ യൂഷ്വലി മുഡ്ഗറിൻ്റെ വെയിറ്റ് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. ലൈക്ക് ആൾക്ക് പല എക്സസൈസുകളും ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ മുഡ്ഗറിൻ്റെ വെയിറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. മുഡ്ഗറിൻ്റെ വെയിറ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ ഡൈയും അതിൻ്റെ ഓവറോൾ ലെങ്ത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ DM ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം.